തീർച്ചയായും റിൻഷാദിന്റെ വാക്കുകൾ. റിൻഷാദ് പരാതിക്കാരനാണ്. റിൻഷാദ് ഇപ്പോൾ ന്യൂസ് 18നോട് പറഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസിലടക്കം തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ബിജു രാധാകൃഷ്ണന് ചില ഇടപെടലുകൾ ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്. ആ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ബിജു രാധാകൃഷ്ണനെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. അത് കേസ് തൻ്റെ മുന്നിൽ വെച്ചാണ് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഈ ബിജു രാധാകൃഷ്ണനോടൊപ്പമുള്ള അഭിഭാഷകയെ വന്ന് കണ്ടു. 3 കോടി രൂപ ദിലീപിൻ്റെ അനിയൻ നൽകും എന്ന തരത്തിലൊക്കെ റിൻഷാദിനോട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അത് ഈ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണോ? അവിടെ വന്നത് മാർട്ടിൻ തന്നെയാണോ? അതിന് പകരം മാർട്ടിന് പകരം ഏതെങ്കിലും വ്യാജനയാണോ അവതരിപ്പിച്ചത് എന്നതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ തത്സമയ പ്രതികരണത്തിൽ ആണ് ഈ പരാതിക്കാരൻ ന്യൂസ് 18നോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി തൻ്റെ പക്കൽ ഉണ്ട് എന്നാണ് റിൻഷാദ് പറയുന്നത്. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം തന്നെയായിരിക്കും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയുള്ളൂ എന്നുകൂടി റിൻഷാദ് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കൃത്യമായ ഭീഷണിയാണ് ഇപ്പോൾ റിൻഷാദ് നേരിടുന്നത്. എന്തായാലും അനീഷ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തട്ടിപ്പ് എന്നതിൻ്റെ വ്യാപ്തി നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് പോകുന്നു. കാരണം റിൻഷാദ് തന്നെ പറയുന്നുണ്ട് അവിടെ ഒരു ചെറിയ മുറി, അനീഷ് നിന്ന ആ പ്രദേശം ഏതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ കൊച്ചിയിലാണല്ലോ അത്. എവിടെയാണെങ്കിൽ പോലും അത്തരമൊരു മുറിക്ക് ഒന്നുകിൽ ആ കെട്ടിട ഉടമയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ സ്വാധീനമോ ഒക്കെ വേണം. അതല്ല വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഭീമമായ ഒരു തുക മാസം വാടകയ്ക്ക് നൽകേണ്ടതായി വരും. അവിടെ ഒരു ഫ്ലോർ മുഴുവൻ ബിജു രാധാകൃഷ്ണനേതായിരുന്നു എന്ന് പറയുന്നു. പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ ആ ഓഫീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ വെൽ പ്ലാൻഡായി നടത്തിയിട്ടുള്ള കോടികളുടെ ഒരു തട്ടിപ്പ്, അതിൽ നിരവധിയായ ആളുകൾ, ഒരുപക്ഷെ റിൻഷാദിനെ പോലെ നിരവധിയായ ആളുകൾ അവിടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടാകാം, പണം നൽകിയിട്ടുണ്ടാകാം, ഇപ്പോൾ ഭീഷണിയെ ഭയന്ന് മിണ്ടാതിരിക്കുന്നുണ്ടാകാം. തീർച്ചയായും അഭിലാഷ്, പനമ്പള്ളി നഗറിലാണ് നമ്മൾ ഈ പറഞ്ഞ കെട്ടിടമുള്ളത്. പനമ്പള്ളി നഗറിൽ മനോരമയ്ക്കൊക്കെ അടുത്ത് ആ പാലം, മേൽപ്പാലത്തോട് ചേർന്നുള്ള ഈ കാസിൽ റോക്ക് ഹോട്ടലൊക്കെ പ്രവർത്തിക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള 1-ാം നിലയിലെ ബിൽഡിംഗ് ആണ്. അതായത് കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു മേഖല. നമുക്കറിയാം, കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രീമിയം മേഖലയാണ് പനമ്പള്ളി നഗർ. ഈ ഭാഗത്ത് പെട്ട ഒരു മുറിയിലാണ് ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ആ ഒരു നില മുഴുവൻ ബിജു രാധാകൃഷ്ണൻ വാടകയ്ക്കെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പിന്നീടാണ് തട്ടിപ്പുകാർ ആണെന്ന്, ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് പരാതിക്കാർ അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടവർ മനസ്സിലാക്കുകയും ഈ ഓഫീസിൽ വന്ന് ചോദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ രായ്ക്ക് രാമാനം ഈ ഓഫീസ് ഒഴിഞ്ഞ് ഇവിടെ നിന്നും മാറി മറ്റൊരു തട്ടകത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു. ഫോണിൽ വിളിച്ചാൽ ലഭിക്കുന്നില്ല, നേരിട്ട് പോയാൽ കാണാൻ കഴിയുന്നില്ല, ഓഫീസ് ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് അയാളുടെ ഒരു തട്ടിപ്പിൻ്റെ രീതി. നമുക്കറിയാം, കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഈ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. അവരൊക്കെ വന്നാലും പിന്നീട് ഒരു ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം. കാരണം ബിജുവിൻ്റെ ഓഫീസ് അടച്ചുപൂട്ടപ്പെട്ട നിലയിലായിരിക്കും. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലാവും. കൊച്ചി പോലൊരു മഹാനഗരത്തിൽ എങ്ങനെ തെരഞ്ഞു പിടിക്കാൻ കഴിയും? പ്രത്യേകിച്ചും ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പലപ്പോഴും ഇയാളുടെ ബിജു ജോർജ് എന്ന പേരാണ് ഉള്ളത്. ഒപ്പം ഇയാളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ മറ്റോ ഒരിക്കലും അനുവദിക്കില്ല. അല്ലെങ്കിൽ ഇയാളുടെ ഒരു ചിത്രം പോലും ഈ തട്ടിപ്പിനിരയായവരുടെ പക്കൽ ഇല്ലാത്ത സാഹചര്യം. മൊബൈൽ ഫോണുകളോ മറ്റ് ക്യാമറകളോ ഒന്നും അകത്തേക്ക് കയറ്റാറ് പതിവുമില്ല. അങ്ങനെയെങ്കിൽ ഒരു തരത്തിലും ഈ പണം നഷ്ടപ്പെട്ടവർക്കൊരു തെളിവ് പോലും അവശേഷിക്കാത്ത രീതിയിലുള്ള കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ അഭിലാഷ് പറഞ്ഞ കാര്യത്തെപ്പറ്റി തന്നെ പറഞ്ഞാലും ഇത് മുഖ്യമന്ത്രിക്ക് റിൻഷാദ് കൊടുത്ത പരാതിയിലാണ്. ഈ കേസിലാണ് ഒരു തവണ മീറ്റിംഗ് നടന്നപ്പോൾ കേരളത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 2-ാം പ്രതിക്ക് വേണ്ടി നിഷ പീറ്റർ ഹാജരാവുന്നതായി പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യമായ പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നതും. എന്തായാലും വലിയ ഗൂഢാലോചന നടന്നതായി പ്രോസിക്യൂഷനും കേരളത്തിലെ പൊതുസമൂഹമൊക്കെ ആരോപിച്ച ഒരു കേസാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. ആ കേസിലും ബിജു രാധാകൃഷ്ണന് എന്താണ് പങ്ക് എന്നതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ്റെ ഒപ്പമുള്ള അഭിഭാഷകയ്ക്ക് എന്താണ് പങ്ക് എന്നതിനെക്കുറിച്ച് പുറത്തു പറയേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന് റിൻഷാദ് പറയുന്നു. പക്ഷേ അഭിഭാഷകരുമായൊക്കെ ആശയവിനിമയം നടത്തിയ ശേഷമേ അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വാദത്തെ നമ്മൾ മാനിക്കുന്നു. അദ്ദേഹം അത്തരത്തിൽ ആലോചിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയേണ്ടതുള്ളൂ എന്ന ഒരു നിലപാട് തന്നെയാണ് നമുക്കുള്ളത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പാണ്. ഇത്രയധികം വർഷങ്ങളോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു കൊടുങ്കാറ്റ് ഉയർത്തിയ സോളാർ കേസിന് പിന്നാലെ കുറച്ച് നാളായി അദ്ദേഹം ഒരു ഉൾവലിഞ്ഞ രീതിയിൽ
പൊതുസമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ പിന്നീട് ഇപ്പോഴും പൊതുസമൂഹത്തിൽ അദ്ദേഹം ഇപ്പോഴും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തന്നെ പോയത് 10-12 ദിവസം ഇദ്ദേഹത്തിൻ്റെ ഓഫീസുകൾ കയറിയിറങ്ങി പലതരത്തിലുള്ള സന്നദ്ധ സംഘടനകളുമായി ഓഫീസിലെത്തിയ ശേഷമാണ് അവർക്ക് വിശ്വാസയോഗ്യമെന്ന് കരുതിയ ഒരു സന്നദ്ധ സംഘടനാ പ്രവർത്തകനെ മാത്രമാണ് അകത്തേക്ക് കയറ്റിവിട്ടത്. അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ ഇയാളുടെ തട്ടിപ്പുകളെ പറ്റി മനസ്സിലാക്കുന്നതിനെ അകത്ത് കിടക്കുകയും ചെയ്തു. എന്തായാലും കർശനമായ നിരീക്ഷണ സംവിധാനങ്ങളുണ്ടായിരുന്നു. പാളാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധവും അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ തട്ടിപ്പ് ലോകത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും അനുകൂലമായ ഒരു കാര്യം. അഭിലാഷ്, തീർച്ചയായും അവിടെ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ഇന്നലെ ന്യൂസ് 10 വാർത്ത പുറത്തുവിടുമ്പോൾ ആദ്യം സൂചിപ്പിച്ചത് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടമായിരുന്നു. ആ സർക്കാരിൻ്റെ തുടർച്ചയുണ്ടാകും, ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരുന്ന ഒരു സമയത്ത് ആ സർക്കാരിനെ പിടിച്ചുലയ്ക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-നൊന്നാകെ അടിപതറുകയും ചെയ്തത് ആ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ സോളാർ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരൻ ആയിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്നതാണ്. അങ്ങനെ ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ട് പോലും പുറത്തിറങ്ങാൻ സാധിച്ചുവെങ്കിൽ, യഥേഷ്ടം പ്രവർത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആരെയും തീർത്തു കളയാൻ പറ്റും എന്ന ഭീഷണി തന്നെയാണ് ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതൊരു വനിതാ അഭിഭാഷകയാണ് ഭീഷണിപ്പെടുത്തിയത് എന്നതുകൂടിയാണ്. ആ വിശദാംശങ്ങളടക്കം വരും ദിവസങ്ങളിലും ഞങ്ങൾ പങ്കുവയ്ക്കും. ഇവിടെ ഇതാ കൂടുതൽ പരാതിക്കാർ ബിജു രാധാകൃഷ്ണന് നേരെ എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് പങ്കുവെക്കേണ്ടത്. അടുത്തതായി ഒരു പരാതിക്കാരൻ ഉണ്ടാകുന്നത് അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലി സ്വദേശിയായ ഏലിയാസ് ആണ് ഇവിടെ രണ്ടാമത്തെ പരാതിക്കാരനായി എത്തിയിട്ടുള്ളത്. ന്യൂസ് 18നോട് ആ വിവരങ്ങൾ ഏലിയാസ് പങ്കുവെച്ച സാഹചര്യം ആണ് ഉള്ളത്. ഏതാണ്ട് 1.5 കോടിയോളം രൂപ ആണ് ഏലിയാസിന് തട്ടിപ്പിലൂടെ നഷ്ടമായത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ബിജു രാധാകൃഷ്ണന് വേണ്ടി വലിയ തോതിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി പനമ്പിള്ളി നഗറിലെ ഓഫീസിൽ ആയിരുന്നു ഈ ഏലിയാസ് എത്തിയത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് തട്ടിപ്പ് നടന്നതിന്റെ ഭാഗമായി അങ്ങനെ അങ്കമാലി സ്വദേശിയായ ഏലിയാസിന് 1.5 കോടി രൂപയോളം നഷ്ടമാകുന്നു. അവിടെ ഏലിയാസ് പറയുന്നതനുസരിച്ച് പനമ്പിള്ളി നഗറിലെ ഓഫീസിൽ ആയിരുന്നു താൻ എത്തിയത് എന്നതാണ്. ഒപ്പം ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ 45 കോടി രൂപ ചെലവിൽ 200 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്നതായിരുന്നു ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വാഗ്ദാനം എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല, ഈ ബിജു രാധാകൃഷ്ണനെ ബന്ധപ്പെട്ടത് തനിക്കറിയാവുന്ന വൈദികർ വഴിയാണ് എന്നതും എടുത്തു പറയുന്നു. അവിടെയാണ് പ്രിയ പ്രേക്ഷകരെ ബിജു രാധാകൃഷ്ണൻ എന്ന പേര് മാറ്റുകയും പിന്നീട് ബിജു വർഗീസ്, ബിജു പൗലോസ് എന്ന നിലയിലും ബിജു ജോർജ് എന്ന നിലയിലുമൊക്കെ ആളുകളുമായി ബന്ധപ്പെട്ടത്. ഈ വൈദികരുമായി എങ്ങനെയാണ് ഈ ബിജു രാധാകൃഷ്ണൻ ബന്ധം സ്ഥാപിച്ചത് എന്നതാണ് അറിയേണ്ടത്. ഇത്തരം ഈ പ്രൊജക്റ്റിനു വേണ്ടി 45 കോടി രൂപയുടെ പ്രൊജക്റ്റിനു വേണ്ടി ആദ്യഘട്ട നടപടികൾ ആരംഭിക്കുന്നതിനായി 50 ലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ 50 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരാതികൾ. പലതവണയായി ഏതാണ്ട് 1.5 കോടി രൂപ ബിജു സ്വന്തമാക്കി എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ ഘട്ടത്തിലൊന്നും ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരനാണ് ഈ ബിജു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ആണ് ഉണ്ടായത്. ഒരുപക്ഷെ നമ്മൾ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച, അല്പസമയം മുമ്പ് ആ പരാതിക്കാരനും ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറും നിന്നിരുന്ന അതേ പനമ്പിള്ളി നഗറിലെ ഓഫീസിൽ തന്നെ ആയിരിക്കണം ഈ ഏലിയാസും എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അദ്ദേഹം പറയുന്നത് തന്നെ വലിയ ഓഫീസ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, വലിയ സംവിധാനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റാതെയായി എന്നുള്ളതാണ്. ഒപ്പം അങ്കമാലിയിൽ ബാങ്ക് സ്ഥാപിച്ചു നൽകാം എന്നുപോലും പറഞ്ഞുകൊണ്ട് പണം തട്ടിച്ചുവെന്നും ഈ ബാങ്കിനായി ബഹുനില മന്ദിരം വാടകയ്ക്കെടുത്ത് ഫർണിഷ് ചെയ്യേണ്ടതുണ്ട് എന്നും അതിനുവേണ്ടി നിശ്ചിത തുക നൽകണം എന്ന ആവശ്യവുമൊക്കെ മുന്നോട്ട് വെക്കുകയായിരുന്നു എന്നാണ് ഈ അങ്കമാലി സ്വദേശിയായിട്ടുള്ള പരാതിക്കാരൻ പറയുന്നത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ആണ് അദ്ദേഹത്തിന് ഈ തട്ടിപ്പ് മനസ്സിലാകുന്നത്. അങ്ങനെ തട്ടിപ്പ് മനസ്സിലാക്കി ആ പണം തിരികെ ചോദിച്ചപ്പോൾ നേരത്തെ പരാതിക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് സമാനമായ തരത്തിലുള്ള ഭീഷണി സ്വരം ആയിരുന്നു ഉണ്ടായത് ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന്. ഒപ്പം ഈ തട്ടിപ്പിന് വൈദികർ ഉൾപ്പെടെയുള്ളവർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.